വരെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ആഗസ്റ്റ് 9 ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു ചാനൽ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ ഇടയിൽ വെച്ച് ഞാൻ എത്ര 117 എന്തോ സംതിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷമായി. രണ്ടും ഒരുമിച്ചാണ് തുടങ്ങിയത്. എൻ്റെ 2 അക്കൗണ്ട് ഉണ്ട്. ഒരു അക്കൗണ്ട് പണ്ടേ ഉണ്ട്, 8ാം ക്ലാസ് മുതലുണ്ട്. ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു വർഷമായി. അങ്ങനെയാണ് കാര്യങ്ങൾ. സന്തോഷമുണ്ട് ഗൈസ്. ഇവിടത്തുള്ള വ്യൂ വേണ്ട. ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല അടിപൊളി കാറ്റും കൊണ്ട് ഉച്ചയ്ക്ക് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയം ഞാൻ സ്കൂളിലായിരുന്നു. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് പോയി ഒരു വീഡിയോ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിറ്റേന്ന് പോയത് എയറിലായിരുന്നു ഫുള്ള്. പിന്നെ അതൊക്കെ ശീലമായി. പിന്നെ കുഴപ്പമില്ല. ഇപ്പം 400 സബ്സ്ക്രൈബറുണ്ട്. ഇൻസ്റ്റയിൽ 512 ഫോളോവേഴ്സും യൂട്യൂബിൽ 417 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. 200ഓളം പേര് എനിക്ക് അറിയാമെന്നുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ബാക്കി 200ഓളം പേരും എനിക്ക് അറിഞ്ഞുകൂടാ. താങ്ക് യു. സത്യം നന്ദിയുണ്ട്. ദൈവത്തിനും നിങ്ങളടുത്ത് നന്ദിയുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സ് താങ്ക് യു. അങ്ങനെയാണ്. ഇത് എൻ്റെ ഫോണും ബില്ലടിക്കുന്നു ഗൈസ്. സൈലൻ്റ് ആയിക്കോട്ടെ. ഇപ്പം സൈലൻ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്ന ഫോൺ ഐഫോണാണ്. ഇവിടെ ചേട്ടൻ്റെ ഐഫോൺ, അവിടെ 30 Pro ഇതാണ് ഞാൻ വീഡിയോ എടുക്കണേ. ഇതെൻ്റെ ഫോൺ. ഇത് ഏകദേശം എടുത്തിട്ട് ഒരു 2-2.5 മാസമായിട്ടുണ്ട്. 2.5 മാസത്തിന് ശേഷം ഷോർട്ട് വീഡിയോ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് എല്ലാം ഇതിലാണ് എടുക്കുന്നത്. ലോങ് വീഡിയോസ് 2 ഇട്ടത്. ഏകദേശം കുറേ മാസത്തിന് ശേഷം 2-3 ഈ ഇടയ്ക്കായിട്ട് ഇട്ട യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ എടുത്ത ഈ ഐഫോണിലാണ്, ചേട്ടൻ്റെ ഐഫോൺ. എൻ്റെ ഫസ്റ്റ് അമ്മയുടെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. സാംസങ് ഗാലക്സി പോക്കോ C71. ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി 404E എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം ഇത് ഞാൻ എത്ര രൂപ കൊടുത്തു? 800 രൂപ കൊടുത്തു. മാമൻ്റെ വേറെ പൈസ ഒന്നും കൊടുക്കാൻ. മാമൻ്റെ എനിക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ മാമന് പൈസയുടെ അത്യാവശ്യമുള്ളതുകൊണ്ട് മാമന് കൊടുത്തിട്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് അവസ്ഥ. സെക്കൻഡ് എടുത്തതാണ്. നല്ല ലാഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ലാഗ് ഉണ്ട്. ഈ ഫോൺ ഇത് കൊണ്ടു നടക്കണം എനിക്ക് മാത്രമേ അറിയാവൂ. ഇങ്ങനെ പഴയ ഫോൺ, അമ്മയുടെ ഫോൺ കുഴപ്പമില്ല, ലാഗൊന്നുമില്ല. ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം കുറവായിരുന്നു. ഇതിലും ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം കുറവാണ്. അതാണ് എന്തായാലും ഞാൻ എറണാകുളത്ത് ആയതുകൊണ്ട് ഒരു ലാപ്പ് എടുത്ത് പഠിക്കാൻ വേണ്ടി ഒരു ലാപ്പ് എടുത്ത് പണിക്ക് പോയി, പെയിന്റിങ് പണിക്കൊക്കെ പോയി ലാപ്പ് എടുത്ത്. ബാക്കി EMI ആണ്. ബാക്കി പാതി പൈസ ഞാൻ കൊടുത്ത് പാതി EMI ഇട്ടെടുത്ത്. അങ്ങനെയാണ് ഇപ്പം ഈ എറണാകുളത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സംഭവം, ഇവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങില്ല. ക്ലാസ്സിന് പോയിട്ട് നേരെ വന്ന് റൂമിൽ കിടക്കും. അല്ലെങ്കിൽ ഇവരോട് പണിക്ക് പോകും. പണിയുള്ള ദിവസം പണിക്ക് പോകും, അല്ലാത്ത ദിവസം ഇപ്പൊ മിക്ക ദിവസം ഇവിടെ തന്നെ. ശനിയാഴ്ചകളിൽ മാത്രമേ എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഞാൻ ഇതിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് യൂട്യൂബേഴ്സിന് ഇഷ്ടമുണ്ട്. അവരുടെ വീഡിയോസ് ഞാൻ ഇപ്പോഴും പണ്ടത്തെ വീഡിയോസൊക്കെ ഇരുന്നാണ്. ഞാൻ പണ്ട് മുതലേ ഉള്ള സബ്സ്ക്രൈബറാണ് അവരെയൊക്കെ. എനിക്ക് 3 ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് ഉണ്ടോ ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യണേ. വലിയ യൂട്യൂബേഴ്സ് ആണെന്ന് വെച്ചാൽ വലിയ യൂട്യൂബേഴ്സ് നല്ല ചെറിയ യൂട്യൂബേഴ്സാണ്. ട്രാക്ഷൻ 4 വണ്ടിയുടെ വീഡിയോ തന്നെ ട്രാക്ഷൻ 4 ഇഷ്ടമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നോക്കൗട്ടർ, ഫ്രീക്വൈറ്റിയും നോക്കൗട്ടറിന്റെയും ട്രാക്ഷൻ 4ന്റെയൊക്കെയും തന്നെ പഴയ വീഡിയോസ് ഒക്കെ ഇതാണ്. ഇപ്പോഴും ഞാൻ 10ാം ക്ലാസ് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽസ് ആണ് അവരൊക്കെ. പക്ഷെ എന്നാലും ഇപ്പോഴും പഴയ വീഡിയോസ് കാണാൻ അടിപൊളിയാണ്. ഞാൻ ഇപ്പോഴും പഴയ വീഡിയോസ് കാണും. എനിക്ക് കാണണമെന്നുണ്ട് ഇവരെ 3 പേര്. നോക്കൗട്ടർ നമ്മളവിടെ ഉള്ളതാണ്, നേറ്റിങ്കര. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഫ്രീക്വൈറ്റി എറണാകുളത്ത് വരും പോവും. അങ്ങനെയാണ്. എറണാകുളത്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ട്രാക്ഷൻ 4ന്റെ ശബ്ദം മാത്രമല്ല ഞാൻ കേട്ട് പരിചയമുള്ളൂ, അല്ലാതെ കണ്ടു പരിചയമില്ല. എന്നാലും എവിടെയെങ്കിലും വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് പരിപാടി. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കുറച്ച് ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞ വീഡിയോയുടെ മടിയാണ്. ഞാൻ ചില സമയങ്ങളിലൊന്നും എഡിറ്റ് ചെയ്യാൻ പോലും ഇല്ല. അങ്ങ് ചുമ്മാ അടുത്ത് പോസ്റ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഇപ്പൊ ലാപ്പൊക്കെ എടുത്തിട്ട് ഏകദേശം 2-3 മാസം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. ഇവിടുത്തെ ചേട്ടന്മാരോടി അവിടെ തുണിയിട്ട് വേണ്ടി ചേട്ടൻ, ഇവിടുത്തെ ചേട്ടന്മാരോടി അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ശരി, ടാറ്റ.